വേറിട്ടൊരു സംഭവമായിരുന്നു അത്. CPM നേതാക്കൾ അമ്പരന്നു. കേരളം മുഴുവൻ ശ്വാസമടക്കിയിരുന്ന നിമിഷങ്ങൾ. VS എന്ത് നിലപാട് സ്വീകരിക്കും? നിർണായകമെന്ന് വിലയിരുത്തപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ ക്യാമറ കണ്ണുകൾ മുഴുവൻ VSലേക്ക്. TP വധക്കേസ് കേരള രാഷ്ട്രീയത്തിലെ സംഭവബഹുലമായൊരു അധ്യായമാണ്. അതാളിക്കത്തിച്ച അഗ്നിയുടെ കനൽ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അടിയുറച്ച CPM പ്രവർത്തകർ പോലും തേങ്ങിയ സംഭവം. അതിക്രൂരമായാണ് TP ചന്ദ്രശേഖരൻ എന്ന സഖാവ് കൊല്ലപ്പെട്ടത്. CPMനെ അടിമുടി പിടിച്ചുകുലുക്കിയ സംഭവം. VSന്റെ മൗനമായിരിക്കും ഒരുപക്ഷെ CPMനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത്. എന്ത് നിലപാടാകും VS സ്വീകരിക്കുക? CPMലെ വിഭാഗീയത എന്ന് വിളിച്ച് ന്യായീകരിച്ച 2 നിലപാടുകളുടെ ഇരയായിരുന്നു TP ചന്ദ്രശേഖരൻ. ക്രൂരമായ കൊലപാതകത്തിൽ സ്വന്തം പാർട്ടി പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു. കൊല്ലപ്പെട്ടത് പ്രിയപ്പെട്ട സഖാക്കളിൽ ഒരാളും. എല്ലാ കണ്ണുകളും VSലേക്ക് തന്നെയായിരുന്നു. ഒടുവിൽ അതിനിർണായകമായൊരു ദിവസം തന്നെ VS ഒഞ്ചിയത്ത് TPയുടെ വീട്ടിലെത്തി. ഒപ്പം മാധ്യമപ്പടയും. TPയുടെ വീട്ടിൽ തടിച്ചുകൂടിയ മനുഷ്യരുടെ മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയിൽ VS TPയുടെ ഭാര്യ KK രമയെ കണ്ടു. ഏറെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് പിന്നീട് കേരളം സാക്ഷ്യം വഹിച്ചത്. VSന്റെ കൈകൾ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന രമയുടെ ദൃശ്യം എങ്ങനെ മറക്കാനാവും? കണ്ണുകളടച്ച് രമയുടെ കൈകൾ മുറുകെ പിടിച്ച് നിശബ്ദനായി VSും. കണ്ണിൽ നിന്ന് സ്ഥാനം തെറ്റിയ കണ്ണടയെപ്പോലും മറന്ന് ഏറെ നേരം VS അങ്ങനെ തന്നെ നിന്നു. VSന്റെ നിലപാട് പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. TP വധക്കേസ് കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിലെ കറുത്ത അധ്യായങ്ങളിലൊന്നാണ്. CPM പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും മനസ്സുകൊണ്ട് സാധാരണ പ്രവർത്തകർ മുതൽ മുതിർന്ന നേതാക്കൾ വരെ TPക്കൊപ്പം നിന്നു. NN കൃഷ്ണദാസിനെ പോലുള്ള മുതിർന്ന CPM നേതാക്കൾ പോലും പരോക്ഷമായി TP വധത്തിനെതിരെ സംസാരിച്ചു. കലാകൗമുദിയിലെ സ്വകാര്യം പങ്ക്തിയിൽ NN കൃഷ്ണദാസ് നടത്തിയ പരാമർശങ്ങൾ വലിയ ചർച്ചയായി വിവാദമായി. ഒഞ്ചിയത്ത് TPയുടെ വീട്ടിലെത്തിയ VSന് വേണ്ടി RMP പ്രവർത്തകർ മുഴക്കിയ മുദ്രാവാക്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. ഒരുപക്ഷെ VSന് മാത്രം കിട്ടുന്ന സ്വീകാര്യതയാണത്. TP വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ CBI അന്വേഷണം വേണമെന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന VS കത്തയച്ചു. പിന്നാലെ CPMനെ നിരന്തരം VS സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരുന്നു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന VSന്റെ കത്തിനെ തള്ളി CPM കേന്ദ്ര നേതൃത്വവും രംഗത്ത് വന്നു. VSൻ്റേത് തെറ്റായ നടപടിയാണെന്നും VSന്റെ നിലപാട് പാർട്ടിക്ക് വിരുദ്ധമാണെന്നുമായിരുന്നു പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തൽ. TP വധക്കേസിൽ പിന്നീട് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. VSന് നിശബ്ദനാകേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ VSും KK രമയും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ വരെ ഉണ്ടായി. അപ്പോഴും VS എന്ന 2 അക്ഷരം നിഷേധിക്കാനാവാത്ത സാന്നിധ്യമായി കേരള സമൂഹത്തിൽ തുടർന്നു. VSന്റെ അസാന്നിധ്യം പോലും ചർച്ചയായി. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ വിഷയത്തിൽ VS എന്ത് നിലപാടാകും സ്വീകരിക്കുക എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്തു. VS സജീവമായി ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആശങ്ക ഉയർത്തി. അങ്ങനെ നിശബ്ദനായിരിക്കുമ്പോഴും VS സംസാരിച്ചു കൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ VSനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു.